അക്വേറിയം ആണ് ഇത്. കാർപ്പറ്റ് ഫിഷാണ് ഇതിനകത്ത് കിടക്കുന്നത്. കാർപ്പറ്റ് ഫിഷ് ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അക്വേറിയമാണ്. ഇത് കാർപ്പറ്റ് ഫിഷാണ്. ഇത് മോണോ ഏഞ്ചൽ ഫിഷാണിത്. ഗോവയിലെ മോണോ ഏഞ്ചൽ. ഇത് പഫർ ഫിഷാണ്. ഈ ഫിഷിൻ്റെ പേരാണ് പഫർ ഫിഷാണ്. പിന്നീട് കാണുന്ന ഈ ഫിഷ് ഇത് നല്ല വലിയ കൊഞ്ചാണ്. നമ്മുടെ ലോബ്സ്റ്റർ എന്ന് പറയും. ലോബ്സ്റ്റർ ഫിഷ്. ഈ ഫിഷിൻ്റെ പേരാണ് സ്പോട്ടഡ് ഫിഷാണ്. ഇതിലെ സ്പോട്ടായിട്ടുള്ള ഡിസൈൻസ് ഉള്ളത് സ്പോട്ടഡ് ഫിഷ്. ഞാനിതിലെ സ്റ്റാർ ഫിഷ് ഇഷ്ടപ്പെടുന്നു. സ്റ്റാർ ഫിഷ്. You can see many starfish here. All the starfish is here. അടുത്ത ഈ ഫിഷാണ് സിക്സാക്ക്. ഈ ഫിഷിൻ്റെ പേരാണ് സിക്സാക്ക്. ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അക്വേറിയത്തിലെ സിക്സാക്ക് ഫിഷാണ്. സൂപ്പർ ടു സീ ഇറ്റ്. ആൻഡ് ദിസ് ഈസ് ദിസ് ഈസ് ദ സ്റ്റിംഗ് റേ എന്ന് പറയും. സ്റ്റിംഗ് റേ ഫിഷ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റിംഗ് റേ ഫിഷാണ്. ഇത് ഗോവയിലെ അബീസ് അക്വേറിയത്തിലെ പേരാണ് ബ്ലാക്ക് സ്നീപ്പർ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫിഷാണ്. ഇനി അടുത്ത ഒരു ഫിഷുണ്ട്. അതിൻ്റെ പേര് സോൾഡിയർ ഫിഷാണ്. സോൾഡിയർ ഫിഷ് എന്ന് പറയും. അതുകൊണ്ടായിരിക്കും ഈ ഉപ്പിൻ്റെ കണക്കുള്ള സോൾട്ടിൻ്റെ കണക്കുള്ള സോൾഡിയർ ഫിഷ്. ഈ ഫിഷിൻ്റെ പേരാണ് കോപ്പർ മെറ്റാലിക്. ഇതിൻ്റെ പേരാണ് കോപ്പർ മെറ്റാലിക് ഫിഷ്. ഇത് ഗോവയിലെ അബീസ് അക്വേറിയത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷാണ്. ഹലോ. ഇത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഫിഷാണ്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള പൂല മീനൊക്കെ ഇല്ലേ? പൂല മീനിൻ്റെ ഒരു ഷേപ്പുണ്ട്. പൂലെ കണക്കിരിക്കുകയാണിത്. സൂപ്പർ. ഇവിടെ നല്ല ക്രാബാണ്. ഇവിടെ ഞണ്ട്. അതിന് സീ ക്രാബാണ്. കടലിലെ ഞണ്ടില്ലേ, സീ ക്രാബ്. ഇവിടെ എല്ലാം സീ ക്രാബുകൾ ഇങ്ങനെ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. നല്ല സൂപ്പറാണ്. അടുത്ത് ഈ ഫിഷ് കണ്ടില്ലേ? നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു ഫിഷാണ്. കണ്ടില്ലേ? നല്ല അടിപൊളി ഒരു ഫിഷ് കണ്ടില്ലേ? സൂപ്പർ അടിപൊളി ഫിഷാണിത്. അടുത്തത് ഈഗിൾ ഫിഷാണ്. ഈഗിളിനെ കണക്കുള്ള ഫിഷ്. മൈ ഗോഡ്, എന്താ വലിയ ഫിഷാണിത്. സൂപ്പർ. ഇത് നമ്മൾ ശരിക്കും ദുബായ് മാളിൽ കണ്ട ഇതിൻ്റെ ഒരു പ്രതീതിയുണ്ട്. തെരണ്ടി കണ്ടില്ലേ? തെരണ്ടി. ദുബായ് മാളിൽ ഇതേപോലുള്ള വലിയ ഫിഷ് അക്വേറിയം നമുക്ക് പുറത്ത് കാണാം. അതേപോലെ തന്നെ അതിനെ തന്നെ അനുകരിച്ചുള്ള ഒരു വലിയ ഇതാണ്. കണ്ടില്ലേ? അടിപൊളി. സൂപ്പർ. അടുത്ത ഈ ഫിഷിൻ്റെ പേരാണ് നമ്മുടെ അരാപ്പേമ എന്നും പറഞ്ഞൊരു മീനില്ലേ? ആ മീനാണ്. ആ മീനിൻ്റെ ചെറുതാണിത്. വലിയ അരാപ്പേമ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വീണ അതിനെ വരെ കടിച്ചിരുന്നു. അത്രയും വലിയ ഇതുള്ള മീനാണിത്. അരാപ്പേമയുടെ വലിയ ഇത് കണ്ടില്ലേ? മൈ ഗോഡ്. അരാപ്പേമ. ഇത് ഗാർ ഫിഷാണ്. ഇത് അരാപ്പേമയല്ല, ഇത് ഗാർ ഫിഷ് എന്ന് പറയുന്ന പേരാണ് ഗാർ ഫിഷ്. അടിപൊളി ഫിഷാണ് ഗാർ ഫിഷ്. കണ്ടില്ലേ? 3 രാജകുമാരന്മാരെ പോലെ ഒരുങ്ങിപ്പോകുന്നുണ്ട്. മൈ ഗോഡ്, എന്ത് ഭംഗി നിന്നെ കാണാൻ. ഈ ഫിഷിൻ്റെ പേരാണ് പിരാനെ ഫിഷ്. കണ്ടില്ലേ? പിരാനെ ഫിഷാണ്. സൂപ്പറാണ് പിരാനെ ഫിഷുകൾ. സൂപ്പർ. പിരാനെ ഫിഷാണ്.
സൺ ഫിഷാണ്, സൺ ക്യാറ്റ് ഫിഷ്. അങ്ങനെയാണ് ടിൻ ഫോയിൽ. നമ്മുടെ അവിടുത്തെ ഞുണ്ണ എന്ന് പറയുന്നൊരു മീനുണ്ട്, കേട്ടിട്ടുണ്ടോ? ആ ഞുണ്ണ മീനെ കണക്കിരിക്കുന്ന മീനാണ്. ഇതിന് ശരിക്കും പറയുന്നത് ടിൻ ഫോയിൽ എന്നാണ്. ടിൻ ഫോയിൽ, ടിൻ ഫോയിൽ ഫിഷ്, ടിൻ ഫോയിൽ ഫിഷ്. വൈറ്റ് പിരാമ, പിരാമയുടെ വേറൊരെണ്ണമുണ്ട്, ഡാർക്ക് പിരാമ ഫിഷും ഉണ്ട്, വൈറ്റ് പിരാമ ഫിഷ് ഉണ്ട്. ഇത് വൈറ്റ് പിരാമയാണ്. വൈറ്റ് പിരാമ സൂപ്പർ, വൈറ്റ് പിരാമ ഫിഷാണ്. അക്വേറിയത്തിൽ ഫുള്ളായിട്ട് കിടക്കുന്നത്. ഗോവ. ഇതാണ് സ്നേക്ക് ഹെഡ്. സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. ഒറ്റ മീനെ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഇതൊരു വലിയ മീനാണ്. അടുത്തത് നമ്മുടെ ഓസ്കാർ, കണ്ടില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഓസ്കാർ ഇല്ലേ? എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു 2 ഓസ്കാർ ഉണ്ടായിരുന്നു. അതിൽ 2 ഇപ്പം ചത്ത്. സീബ്ര ഫിഷാണ്. അതിൻ്റെ ഇടയിൽ ഓസ്കാർ സീബ്ര ഫ്രണ്ട്സാണ്. അല്ലെങ്കിൽ അവർക്ക് 2 ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല. അടുത്ത ഫിഷാണ് കബൂട്ടോ. കബൂട്ടോ എന്ന് പറയുന്നൊരു ഫിഷാണ്, കബൂട്ടോ ഫിഷ്. ഇത് കണ്ടില്ലേ? ഇത് വെള്ളത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. കബൂട്ടോ, കബൂട്ടോ ഫിഷാണ്. ഇത് കണ്ടേ? നമ്മുടെ കരിമീനെ കണക്കുള്ള മീനാണ്, പക്ഷേ സീബ്ര ടിലേപ്പിയ എന്നുള്ള മീനാണ്. നമ്മുടെ തിലേപ്പിയ ഫിഷില്ലേ, നമ്മളെന്താ പറയുന്നതിന് സിലോപ്പിയ എന്ന് പറയും. പക്ഷെ ഇതിനകത്ത് ശരിക്കും ഇത് തിലേപ്പിയ എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്, തിലേപ്പിയ. നമ്മൾ നാട്ടിലെല്ലാവരും പറയുന്നത് എന്തു പറയുന്നത്? സിലോപ്പിയ. പക്ഷെ ഇതിൻ്റെ പേര് തിലേപ്പിയ, തിലേപ്പിയ ഫിഷാണ്. കിസ്സിങ് ഗൗരാമി. ഇവർ തമ്മിൽ ഇങ്ങനെ കിസ് ചെയ്യും, എപ്പോഴും അടുത്ത് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് കിസ്സിങ് ഫിഷ്, കിസ്സിങ് പിരാമി എന്ന് പറയും. കിസ്സിങ് ഫിഷാണ്, കിസ്സിങ് പിരാമി. ഇത് അടുത്ത റെഡ് ടൈൽ എന്ന് പറയും. റെഡ് ടൈൽ ഫിഷ് ഉണ്ടോ? റെഡ് ടൈലുണ്ട്, റെഡ് ടൈൽ ഫിഷ്. നമ്മുടെ ക്യാറ്റിനെ കണക്കിരിക്കുന്നുണ്ടോ? ക്യാറ്റ് ഫിഷ് എന്നും പറയും. പൂച്ചയുടെ ഇതുണ്ടോ? ക്യാറ്റ് ഫിഷ് കണ്ടോ? ഇത്രയും വലിപ്പമുണ്ട്. ക്യാറ്റ് ഫിഷ്, ക്യാറ്റ് ഫിഷ്, ക്യാറ്റ് ഫിഷ്. രാപ്പേ ഫിഷ് കണ്ടോ? മൈ ഗോഡ്, ഇത് കടന്ന ആൾക്കാരെ വരെ കടിച്ചു തിന്നുക. രാപ്പേനെ ഫിഷ് സൂപ്പറാണ്. അരാപ്പേനെ ഫിഷാണ്. ഇത് ശരിക്കും ആമകൾ, കണ്ടില്ലേ? ആമകളെല്ലാം ഇതിനകത്ത് കയറി. ആമകളാണ് ഇഷ്ടംപോലെ. വലിയ ആമകളും ഉണ്ട്, ചെറിയ ആമകളും ഉണ്ട്. എല്ലാം ആമകളാണ്. ഒരാൾ ആമയെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ആമയാണ്. ഇവിടെ ഫുൾ ആമ. ഇത് കണ്ടില്ലേ? ഇത് അങ്ങനെ അടിപൊളിയാണ് ഈ ഫിഷ്. അബീസ് അക്വേറിയം. ഫിഷിനെ എത്ര എടുത്താലും മതിയല്ല. നമ്മുടെ ടിൻ ഫോയിൽ ഫിഷ്, ടിൻ ഫോയിൽ. നമ്മുടെ പൂല മീൻ എന്ത് രസമായിട്ട് കിടക്കുന്ന പൂല. ഫിഷിനകത്ത് നമുക്ക് കയറാം. കണ്ടില്ലേ? ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അക്വേറിയമാണ് അബീസ് അക്വേറിയം.